ഹലോ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഹോസ്റ്റൽ റൂം ടൂർ ആണ്. അപ്പം വീഡിയോയിലേക്ക് കടന്നാലോ. അങ്ങനെ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഈ ഒരു മിററാണ്. ഈ ഒരു മിററിന്റെ രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് ബെഡ്. ആദ്യത്തെ ബെഡ് ഞാൻ കാണിച്ചു തരാം. ഈ എൻട്രൻസ് കഴിഞ്ഞ് ആദ്യം വരുന്നത് ഈ ഒരു ബെഡാണ്. ഇവിടെയാണ് ആദ്യത്തെ നിൽക്കുന്നത് കേട്ടോ. ആദ്യയുടെ ബെഡാണിത്. അപ്പം പുള്ളിക്കാരി അവരുടെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് എല്ലാവർക്കും സിംഗിൾ കബേർഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം അവരുടെ കബേർഡും കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ സ്പേസ് അത്യാവശ്യത്തിനുണ്ട്, ഭയങ്കര സ്പേസ് ഒന്നുമല്ല. അപ്പം മേലെയാണ് എല്ലാവരും മൂന്നാളും ലഗേജ് ഒക്കെ വെക്കുന്നത്. ബൈ ദ വേ ഇതൊരു 3 ഷെയറിംഗ് ആണ്. റൂം എന്ന് പറയുന്നത് ഒരു 3 ഷെയറിംഗ് ആണ്. അതിൽ ഒരാൾ ഡാർജിലിംഗിലുള്ള ഒരു കുട്ടിയാണ്, പിന്നെ ഉള്ളത് പാലക്കാടുള്ളതാണ്, പിന്നെ ഞാനും. അങ്ങനെ ഞങ്ങൾ മൂന്നാളാണ് ഈ ഒരു റൂം ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ ഈ ബെഡ് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഈ ഒരു ബെഡാണ്. ഇതാണ് ഡാർജിലിംഗിലുള്ള ആ ഒരു കുട്ടിയുടെ ബെഡ്. പുള്ളിക്കാരി ഇവിടെ ഇല്ല, ഡാർജിലിംഗിലേക്ക് പോയിട്ടുള്ളത് ഒരു 20 ദിവസത്തേക്ക്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ ബെഡ് വരുന്നത്. എൻ്റെ ബെഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു കബേർഡ് വരുന്നുണ്ട്. ഇത് ഷാറിൻ്റെ കബേർഡാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കബേർഡ്, പിന്നെ എൻ്റെ ബെഡ്. ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാനിത് വന്ന സമയത്ത് ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 2 കബേർഡ് കണ്ടോ, ഈ 2 കബേർഡ് ആ സ്ഥലത്തായിരുന്നു ഉണ്ടായത്. അതായത് 3 കബേർഡ്സ് അവിടെ, അതുപോലെ തന്നെ 3 ബെഡ്സ് ഈ ഒരു സ്ഥലത്തായിരുന്നു. ഞാനിവിടെ വന്ന സമയത്ത് ഈ 3 ബെഡും ഒരുമിച്ച് കണ്ടിട്ട് എനിക്ക് അകക്കൂടെ ഒരു അയ്യോ എന്താ ചെയ്യാന്നായിരുന്നു. കാരണം അത്രയും നമുക്കൊന്ന് നടുക്ക് ബെഡുള്ള ആൾക്ക് ഇറങ്ങി നടക്കാൻ പോലും സ്ഥലമില്ല. അത്രയും 3ഉം അടുപ്പിച്ചിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇതൊന്ന് മാറ്റട്ടെ, ഇതിന്റെ അറേഞ്ച്മെന്റ് മാറ്റട്ടെ എന്ന്. ആ സമയത്ത് ഈ റൂമിൽ ഒറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി പറഞ്ഞു ഞാനിത് അങ്ങോട്ട് പറയാൻ പോക്കായിരുന്നു, മാറ്റിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് 3 ഭാഗത്തേക്ക് ആക്കി വെച്ചു. അതിന്റെ നടുക്ക് കബേർഡ്സും വെച്ചു. എൻ്റെ ലഗേജ് ഒക്കെ ഞാൻ കബേർഡിന്റെ മേലെയാണ് വെച്ചത്. ഞങ്ങൾ മൂന്നാളും അങ്ങനെയാട്ടോ വെച്ചത്. അപ്പോൾ ഷാരൻ ഇപ്പം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവള് ലഗേജ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് എസ്തെറ്റിക് ലുക്ക് പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അവർ ഒട്ടിക്കാൻ പാടില്ല എന്നാണ്. കാരണം ചുമരിൻ്റെ ആ ഒരു പെയിന്റ് പൊളിഞ്ഞു പോകും, അതുകൊണ്ട് ഒട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ഒട്ടിച്ചു. അവരൊന്നും പറഞ്ഞിട്ടില്ല, അവർ കണ്ടു പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും പറയുമോന്ന് അറിയില്ല. ഈ ഒരു ബെഡ് എടുക്കാനുള്ള പ്രധാന കാരണം ഈ ഒരു സ്പേസ് ആണ്. കാരണം ബാക്കി 2 ദിക്കിലും ഈ ഒരു സ്പേസ് ഇല്ല സാധനം വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ മൊത്തം പാത്രങ്ങളാണ്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ ഇതിലാണ് ഇട്ടുവെച്ച്. ഭയങ്കര പൊടി കാരണം ഇതിങ്ങനെ കവറിലാക്കി വെക്കുക ചെയ്തത്. പിന്നെ താഴെയുള്ളതൊക്കെ ഇതൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകണ്ട കേട്ടോ. ഇതെനിക്ക് ടീച്ചേഴ്സ് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഹോട്ട് ബോക്സ് ആണ്. ഞാൻ ഇതുവരെ തുറന്നിട്ട് പോലും ഇല്ല. ഇനി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വേണം അതൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം തണുപ്പ് തുടങ്ങുന്നത് കാരണം ഞാൻ 2 ബ്ലാങ്കറ്റ് ആണ് യൂസ് ചെയ്തത്. നല്ല ബ്ലാങ്കറ്റ് ആട്ടോ, ഇവിടെ തന്നെ വാങ്ങിച്ചതാണ്. നല്ല അടിപൊളി ബ്ലാങ്കറ്റ് ആണ്. കവറിൻ്റെ എൻ്റെ ബെഡിൻ്റെ നേരെ സൈഡിലാണ് ഈ ഒരു കവർ വരുന്നത്. കണ്ടോ, എൻ്റെ ബെഡ് അവിടെ തന്നെയാണ് ഈ ഒരു കവർ തൂക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കവറാണ്. ഫുൾ നമുക്ക് എന്തൊക്കെ കവറുകൾ കിട്ടുന്നു അതൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കും. കാരണം 3 ആൾക്കും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ഈ ഒരു കവറിൽ നിന്നാണ് ബാക്കി കവറുകളൊക്കെ എടുക്കാറ്. ഇനി എനിക്ക് ഈ PG ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടാലോ, ആണ് ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗം. വേറെ ഒന്നല്ല, ഇതൊരു ബാൽക്കണിയാണ്. ഇതിന്റെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹരിതാപവും പച്ചപ്പും ഉള്ള ഒരു ചെടിയുണ്ട്. ചെടി നല്ലൊരു മരമാണ്. ഈ ഗൾഫിലൊക്കെ കാണില്ല, അതുപോലത്തെ ഒരു മരമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടിട്ടാണ് ഞാൻ ഈ PG തന്നെ എടുത്തത്. കാരണം ബാക്കിയുള്ള PGയിലൊന്നും ഇങ്ങനെ ഒരു ബാൽക്കണിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തോ എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നോക്കിയാൽ മുന്നിൽ തന്നെ ബിൽഡിംഗ് ആണ്. ഇതൊക്കെ വേറെ PGകളാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, മൊത്തം PGകൾ തന്നെയാണ് ഈ ഒരു ഏരിയയിൽ. പിന്നെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കസേരയുണ്ട്. ആ കസേരേൻ്റെ മേലെ ഞാൻ കുറച്ച് പൂവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്കാൻ വേണ്ടി വെച്ചതാണ് ആ പൂവൊക്കെ. പിന്നെ ഒരു കാർപ്പറ്റ് ഉണ്ട്. ഈ കാർപ്പറ്റ് ഇവിടെ മുന്നേ നിന്ന് കുട്ടികൾ ഇട്ടതാണെന്നാണ് പറയുന്നത് കണ്ടത്. കാരണം ബാക്കിയുള്ള ബാൽക്കണിയിലൊന്നും ഈ ഒരു പച്ച കളർ കാർപ്പറ്റ് ഒന്നും ഇല്ല. ഈ PGയിൽ ഞങ്ങളുടെ ഏറ്റവും നെഗറ്റീവ് കാര്യം, അല്ലെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒറ്റ ടേബിളേ ഉള്ളൂ. അതായത് 3 ആൾക്കും കൂടിയിട്ട് ഒറ്റ ടേബിളാണ് ഇത് തന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും അതിൻ്റെ മേലെ വെക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് ഈ ഒരു ടേബിൾ. ഞങ്ങൾ മാക്സിമം ഇത് വൃത്തിയാക്കി വെക്കാൻ നോക്കാറുണ്ട്. പക്ഷെ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമൊക്കെ നമുക്ക് കബേർഡിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ മേലെ എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ ഷാരൻ്റെ ഒരു ബോക്സ്, കാർഡ്ബോർഡ് ബോക്സ്, അതിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ഫുട്ബോള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് പുള്ളിക്കാരി ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. കാരണം അവർക്ക് വേറെ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ്.
ഈ ഒരു സ്പേസിൽ തന്നെയാണ് ഞാൻ എൻ്റെ ലോണ്ടറി ബാഗും കാര്യങ്ങളൊക്കെ വെക്കാറ്. പിന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലഗ് പോയിന്റും കാര്യമൊക്കെ ഉണ്ട്. എനിക്കിവിടെ 2 പ്ലഗ് പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് തൂക്കണ്ട ഇത് എനിക്ക് മാത്രമാണ്, ഞാൻ മാത്രമേ സത്യത്തിൽ ഇത് ഉപയോഗിക്കുള്ളൂ. ഇവർ രണ്ടാളും ഇതിൻ്റെ മേലെ ഡ്രസ്സ് ഇട്ടിട്ടൊന്നും കാണലില്ല. ഇവർ രണ്ടാൾക്കും കൂടി ഒറ്റ ഒരു എന്താ പറയുക ഇതുപോലെ ഡ്രസ്സ് ഹാങ് ചെയ്യുന്നതാണ് ഉള്ളത്. അത് ഇപ്പുറത്തെ സൈഡിലാണ്. അവർ രണ്ടാളും കൂടി അതാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇവർ 3 തരേണ്ടതാണ്, പക്ഷെങ്കിൽ 2 തന്നിട്ടുള്ളൂ. ഇതാണ് വേറൊരു പ്ലഗ് പോയിന്റ്. ഇത് നടുവിലത്തെ ബെഡിലുള്ളതാണ്. അതായത് ഇത് ഷാരൻ്റെ പ്ലഗ് ആണ്, ഇവള് അതാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഒറ്റ ഒന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചാർജർ എടുത്ത് വെക്കാനും പിന്നെ അത് മാറ്റാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെങ്കിൽ ഇവിടെ നിന്ന് നല്ല വ്യൂ ആയിട്ടോ. നല്ല വ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ഞങ്ങൾക്ക് കിടക്കാം. ഇപ്പം എൻ്റെ ബെഡിൽ നിന്നായാലും ആദിത്യയുടെ ബെഡിൽ നിന്നായാലും നോക്കിയാൽ ഞങ്ങൾക്ക് ചുമരാണ് മുന്നിൽ കാണാൻ പറ്റും. പക്ഷെ ഷാരൻ്റെ ബെഡിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നല്ല ചെടിയൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ശരിക്കും സാധനങ്ങൾ വെക്കാനുള്ളൊരു സ്ഥലപരിമിതികളൊക്കെ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് ഒറ്റ ടേബിളേ ഉള്ളൂ. പിന്നെ ഇവർക്ക് 2 പേർക്കും സാധനങ്ങൾ വെക്കാൻ വേറെ സ്ഥലമോ കാര്യമൊന്നുമില്ല. എനിക്ക് മാത്രമേ കുറച്ചൊരു സ്ഥലമുള്ളൂ. അപ്പം എന്നാലും മാക്സിമം ഞങ്ങൾ റൂമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വെക്കാൻ നോക്കാറുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഫാനിൻ്റെത്. കാരണം ഈ റൂം എന്ന് വെച്ചാൽ റെക്ടാങ്കിൾ പൊസിഷനിലാണുള്ളത്, നീളത്തിലാണ് ഈ ഒരു റൂം ഉള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നടുക്കുള്ള ആൾക്ക് മാത്രമേ ഫാന് കിട്ടൂ, ആൾക്കാർക്ക് ലൈറ്റും നടുക്കുള്ള ആൾക്ക് ഫാനുമാണ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. കണ്ടോ, ആദ്യത്തേക്ക് ലൈറ്റ് കിട്ടും. അതുപോലെ തന്നെ ഷാരന് ഫാനാണ്. മിഡിൽ ബെഡിലുള്ളവർക്കാണ് ഫാന് കുറച്ച് നല്ലോണം കിട്ടുന്നത്. ഇത് കണ്ടോ, ഇത് എൻ്റെ ബെഡാണ്. എൻ്റെ ബെഡിലേക്ക് ലൈറ്റാണ് കിട്ടുക. അപ്പം ഇങ്ങനെയാണ് റൂമിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. 3 ബെഡ്, 2 ലൈറ്റ്, പിന്നെ ഒരു ഫാനുമാണ് ഉള്ളത്. പിന്നെ ഇവിടെ 3 റോഡാണ് ഉള്ളത്. ഇവിടെയാണ് നിങ്ങൾ ഡ്രസ്സൊക്കെ ചില സമയത്ത് ആറിയിടാറ്, എപ്പോഴൊന്നുമില്ല. ടെറസിൽ കൊണ്ടുപോയിട്ട് ആറിയിടാറുണ്ട്, ഇടയ്ക്കൊക്കെ ഇവിടെ ആറിയിടും. അപ്പം ഞങ്ങൾ 3 റോഡ് എന്താ പറയുക, 3 റോഡ് 3 ആളതാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ആരും ആറിയിടുന്നില്ലെങ്കിൽ 3 റോഡും ചില സമയത്ത് ഒരാൾ തന്നെ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ബെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വാഷ്റൂമാണ്. ഇതാണ് വാഷ്റൂം. ഇത് ഞാൻ തുറന്ന് കാണിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചനയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചില്ല. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. ഞങ്ങൾ ഇതിൻ്റെ മേലെയാണ് സാധനങ്ങളൊക്കെ വെക്കാറ്. പിന്നെ ബക്കറ്റും കാര്യങ്ങളൊക്കെ താഴത്ത് ഉണ്ട്. ഇതിൽ എൻ്റെ ഏരിയ ആട്ടോ ഏറ്റവും വഷളായി കിടക്കുന്ന ഏരിയ. കാരണം എനിക്ക് അത്രയും സാധനങ്ങളുണ്ട്. ഞാൻ ദോശക്കല്ല്, പിന്നെ ചായ വെക്കേണ്ട ചെമ്പ്, എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ബേക്കറി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കി വെക്കും. കാരണം ഭയങ്കര പൊടിയാണല്ലോ പുറത്ത്, അതുകൊണ്ടാണ് കാർഡ്ബോർഡ് ബോക്സിലാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റെ ട്രൈപോഡ്, എൻ്റെ മെയിൻ ഐറ്റം ഞാൻ എവിടെയാണ് വെക്കുന്നത്. വെക്കാൻ സ്ഥലമുണ്ട് എനിക്ക്. ശരിക്കും സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ലാത്ത പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ താഴെയാണ് ഞാൻ വെള്ളത്തിൻ്റെ ഒക്കെ ബോട്ടിലുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ താഴത്തെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഇതുപോലെ ഒരു കോറിഡോർ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാ ഫ്ലോറിലും വാഷിംഗ് മെഷീനും പിന്നെ കുടിക്കേണ്ട വെള്ളവും ഇവർ എപ്പോഴും വെക്കാറുണ്ട്. ഇതാണ് ടെറസ്. ഇവിടുത്തെ അടിപൊളിയാട്ടോ. ഈ ടെറസ് കണ്ടിട്ടാണ് എനിക്ക് ഈ PG തന്നെ മതി എന്ന് പറഞ്ഞത്. കാരണം അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടെറസാണ്. ചിത്രം വരയ്ക്കുന്നവർ, പാട്ട് പാടുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ചിത്രം വരയും പാട്ട് പാടലും ഒക്കെ നടത്തും. പിന്നെ റൂമിലിരുന്ന് ബോറടിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കും വരാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്